എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ്സ് വന്നുകൊണ്ടിരുന്നു. ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് വന്നതെല്ലാം നല്ല സ്ക്രിപ്റ്റ്സ് ആണ് ഫ്രം legendary directors and of course legendary actors. So I was blessed, I think, that way. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ചുരം ഓർമ്മ വന്നത്. കാരണം അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആൻഡ് ആക്ച്വലി ഇറ്റ് ടുക്ക് സം കൺവിക്ഷൻ. അതായത് ഒരു ആക്ടറിന് ഓഫ് യുവർ സ്റ്റേച്ചർ അന്ന് വളരെ പോപ്പുലർ ആയിട്ട് ഫാമിലി ഓഡിയൻസസിൻ്റെ ഒക്കെ ഇടയിൽ അവരെ നെഞ്ചേറ്റിയ ഹൃദയത്തിലേറ്റിയ ഒരു നായികയ്ക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കുക. അത് ഭരതൻ സാർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ഒരു വലിയ Yes. ഗ്രേറ്റ് ഫിൽം മേക്കറാണ് നമുക്കറിയാം. എന്നാലും ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് അന്നത്തെ ഇപ്പൊ അത് കുറച്ചും കൂടി നോർമലായി അതെ അതെ അതെ. തോന്നുന്നു. പക്ഷെ അന്ന് അത് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ Yes. അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അതെ സ്ക്രിപ്റ്റ് ആയിരുന്നു, അതെ ഒരു അതെ. ക്യാരക്ടർ ആയിരുന്നു. സോ വാട്ട് ആക്ച്വലി ഇൻസ്പയർഡ് ടു ടേക്ക് സച്ച് എ ഡെസിഷൻ, എ ബ്രേവ് ഡെസിഷൻ? സോ ഐ തിങ്ക് കല്യാണ സൗന്ദര്യം കഴിഞ്ഞിട്ട് മാഗ്ഡയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു സംഗമം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. അവിടെ വെച്ചിട്ടാണ് ഭരതൻ സാർ ഞാൻ ആദ്യമായിട്ട് എന്നെ ലളിതാൻ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ലളിതാൻ്റി ആയിട്ടുള്ള ബോണ്ട് ഇസ് ഫ്രം കല്യാണ സൗന്ദര്യം. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇസ് വിത്ത് ലളിതാൻ്റി. എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട് ലളിതാൻ്റിയുടെ കൂടെയാണ്.